സാറിന് സാറേ ഈ ചമ്മന്തി മുക്കി മാത്രം കഴിക്കുന്നേ, സാമ്പാർ വേണ്ട? എനിക്ക് ചമ്മന്തിയാ സാറേ കൂടുതൽ ഇഷ്ടം. ഓ, അപ്പൊ സാറ് ദോശയും ചട്നിയും വെച്ചിട്ടൊരു സബ്സെറ്റ് ഉണ്ടാക്കിയല്ലേ? അത് ശരിയല്ലയോ? നമുക്ക് അന്നേരം ഈ ദോശ സെറ്റ് വെച്ച് സബ്സെറ്റും പഠിപ്പിക്കല്ലേ? അതെ. ഈ ദോശ സെറ്റിനകത്തുള്ള ദോശ ഒരു സബ്സെറ്റ്, ചമ്മന്തി ഒരു സബ്സെറ്റ്, സാമ്പാർ ഒരു സബ്സെറ്റ്. ഇനി വേണമെങ്കിൽ എനിക്ക് ദോശയും ചമ്മന്തിയും വെച്ചൊരു സബ്സെറ്റ് ഉണ്ടാക്കാം, ദോശയും സാമ്പാറും വെച്ചൊരു സബ്സെറ്റ് ഉണ്ടാക്കാം. ഇത് മൂന്നും ചേർത്ത് എനിക്ക് എന്ത് ചെയ്യാം, ഒരു സബ്സെറ്റാന്ന് പറയാം. അത് മാത്രമല്ല സാറേ, നമുക്ക് കാണാൻ പറ്റാത്തൊരു സബ്സെറ്റിനകത്തുണ്ട്. ഇതെല്ലാം കഴിച്ചു തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതും ഒരു സബ്സെറ്റ് ആണല്ലോ, നഴ്സറ്റി ഒരു സബ്സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ സാറേ നമ്മളവിടെ ആ ദോശ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലേ, ഞാൻ ദോശയും ചമ്മന്തിയും വെച്ചൊരു സബ്സെറ്റ് ഉണ്ടാക്കി, അതെ, ദോശയും സാമ്പാറും വെച്ചൊരു സബ്സെറ്റ് ഉണ്ടാക്കി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റ് സബ്സെറ്റ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ്, നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ആ കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, സെറ്റും സബ്സെറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദോശ എല്ലാവരും ഈ പറഞ്ഞ കണക്ക് ദോശ കഴിക്കുമ്പോൾ ദോശയും സാമ്പാർ മുക്കി കഴിക്കാറുണ്ട്. പക്ഷെ അതൊരു സബ്സെറ്റ് ആണ് എന്നുള്ള ഐഡിയയോ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കണക്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അറിയാതെ പോകുന്നത്. നമ്മൾ അറിയാത്ത രീതിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് റിയൽ ലൈഫിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഈ സെറ്റ് സബ്സെറ്റ് കോൺസെപ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ സാറിന് എന്താ തോന്നുന്നത്? സാർ, ഇത് ഉപയോഗിക്കുന്നുള്ളത് മാത്രമല്ല, ഇതിന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ സെറ്റിൻ്റെയും സബ്സെറ്റിൻ്റെയും കൺസെപ്റ്റ് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കുന്നുണ്ട്, നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആക്കുന്നുണ്ട്. നമ്മുടെ സമയം ലാഭിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അതിന് സമയം കിട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഇതിന് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. സാറിൻ്റെ എക്സാമ്പിൾ കാണണം. ഓക്കെ, ഞാൻ കാണിക്കാം. ഓക്കെ സാറേ, ഇതെൻ്റെ ഫോണാണ്. ഈ ഫോണിൽ ഈ ഹോം സ്ക്രീനിൽ കുറേ ആപ്പ് കിടപ്പുണ്ട്, സൈഡ് അടുത്ത വിൻഡോയിൽ കുറേ ആപ്പ് കിടപ്പുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഈ മൊബൈൽ അതിൻ്റെ സോഫ്റ്റ്വെയർ എന്ത് ചെയ്തിട്ടുണ്ട്, സോർട്ട് ചെയ്തിട്ടുണ്ട്. സാർ നോക്കിയേ, ആ ഫസ്റ്റിൽ സജഷൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയാസ് ഉണ്ട്. അതായത് എൻ്റെ സോഷ്യൽ മീഡിയ ആപ്പുകളെല്ലാം ഈ ഫോൾഡറിൽ കിടപ്പുണ്ട്, സജഷൻസ് എല്ലാം ഈ ഫോൾഡറിൽ കിടപ്പുണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എല്ലാം ഒരു ഫോൾഡറിൽ കിടപ്പുണ്ട്, എൻ്റെ എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ളെല്ലാം ഒരു ഫോൾഡറിൽ കിടപ്പുണ്ട്. സോ എനിക്ക് ഒരു പർട്ടിക്കുലർ സെക്ഷനിലുള്ള ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സിമ്പിളായിട്ട് എവിടെ നിന്ന് എടുക്കാം, ഇവിടെ പോയി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓരോ വിൻഡോയും നോക്കി എവിടെയാണ് ആപ്പ് കിടക്കുന്നതെന്ന് തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ശരിയാ, നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ശരിയാ നമ്മൾ ഇതേ കണക്ക് ഫോൾഡർ ആക്കി വെക്കാറുണ്ട് അല്ലേ? വെക്കാറുണ്ട്. എന്റർടൈൻമെന്റിന് വേണ്ടുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ നെറ്റ്ഫ്ലിക്സ്, നമ്മുടെ ഹോട്ട്സ്റ്റാർ, ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഒരു ഫോൾഡറിൽ ഇടും. ഇനി ഇത് പഠിക്കാനുള്ള സബ്സെറ്റ് ആണ്. ഇതെല്ലാം പ്രോഗ്രാമിംഗ് ആണല്ലോ. പ്രോഗ്രാമിംഗിൽ നമ്മൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സെറ്റ് സബ്സെറ്റ് അതേ ഐഡിയയാണ് പ്രോഗ്രാമിംഗ് ചെയ്ത് ഇതേപോലെ ആക്കി വെക്കുന്നത്. അറിയാണ്ട് യൂസ് ചെയ്യുന്നില്ലേ, നമുക്ക് ഒരുപാട് സമയം ലാഭിക്കുന്നില്ലേ, നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങളെ. ഇത് മാത്രമല്ല, എനിക്കിനി ആൽഫബറ്റ് ഓർഡറിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ നോക്കി, ആൽഫബറ്റ് ഓർഡറിലും ആപ്പ് എവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ NCERT-യിലൊക്കെ പല എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. എയിൽ തുടങ്ങുന്ന ആൾക്കാരുടെ എല്ലാം ഒരു സെറ്റ്, അതായത് നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് കാണും, അതിൽ എയിൽ പേര് തുടങ്ങുന്ന ആൾക്കാരുടെ എല്ലാം ഒരു സെറ്റ്, അത് ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. ബിയിൽ തുടങ്ങുന്ന ആൾക്കാരുടെ എല്ലാം ഒരു സെറ്റ്, അതൊരു സബ്സെറ്റ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സെയിം ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. എ എന്ന് പറയുന്ന ആൽഫബറ്റിൽ തുടങ്ങുന്ന ആപ്പുകളുടെ ഒരു ലിസ്റ്റ്, അതൊരു സബ്സെറ്റ് ആണ്. അതെ, ഈ സബ്സെറ്റ് എന്ന് പറയുന്ന ഐഡിയ യൂസ് ചെയ്ത് തന്നെയാണ് ഇത് പ്രോഗ്രാം ചെയ്ത്. അപ്പൊ നമുക്ക് ഇത് ഉപയോഗമില്ലാത്ത കാര്യം എന്ന് പറയാൻ പറ്റുമോ? വളരെ ഉപയോഗമുള്ള കാര്യമല്ലേ, ഡെയിലി ലൈഫ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യമല്ലേ. ഇനി ഇവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന ആപ്പുകളാണ് ഇവിടെ സബ്സെറ്റ് ആക്കിയിരിക്കുന്നത്. അതെ. സോ ഇവിടെ എൻ്റെ ഫോണിൽ ഇതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫോണിൽ കിടക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസ്, അതായത് നമ്മുടെ ഫോണിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം കൂടെ ചേർത്താൽ നമുക്കതിനെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കാം. ആ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത കുഞ്ഞു സബ്സെറ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതേപോലെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾസ് അറിയാമെങ്കിൽ, നിങ്ങൾ അറിയാതെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് നമുക്ക് അറിയാമല്ലോ സെറ്റിന്റെ സബ്സെറ്റിന്റെ. അപ്പോൾ അതൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ NCERT-യിലുള്ള ഡെഫിനിഷൻ ഒന്ന് കാണാം. ഇനി നമുക്ക് NCERT ഡെഫിനിഷൻ കാര്യം പഠിച്ചല്ലോ. NCERT-യിലെ ഡെഫിനിഷൻ ഒന്ന് കാണാം. ഓക്കെ, a set A is said to be subset of set B if every element of A is also an element of B.
ഡിനോട്ടഡ് ആസ് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ സബ്സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന പോയിന്റുകൾ നോക്കിക്കോണം. ദാണ്ട കണ്ടോ ഇതൊന്നുമില്ലേ പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അല്ലേ. 1, 2, 3 എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എക്സാമ്പിൾ. ഇനി ഈ ബി എന്ന് പറയുന്ന സെറ്റ് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്തു, ഒരു സബ്സെറ്റ് ഉണ്ടാക്കി. എന്തുണ്ടാക്കി? ഒരു സബ്സെറ്റ് ഉണ്ടാക്കി. ആ സബ്സെറ്റാണ് 1, 2. ഓക്കെ. അപ്പൊ എ ബിയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ എയിലുള്ള ആൾക്കാരെല്ലാം എവിടെ വേണം? ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. അത്രേ കണ്ടീഷനേ ഉള്ളൂ. എയിലുള്ള എലമെന്റ്സ് എല്ലാം ബിയിലുണ്ടെങ്കിൽ എ സബ്സെറ്റ് ഉറപ്പായിട്ടുണ്ടാവും. കാരണം എന്താ, എ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെ? ബിയിൽ ഉണ്ടാക്കി. സോ എയിലുള്ള ആൾക്കാരെല്ലാം എവിടെ കാണും? ബി കാണും. ഇതാണ് ഈ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ. വേറെ ഒന്നുമില്ല. ഇനി ആ പുസ്തകത്തിൽ എന്ത് വായിച്ചു കഴിഞ്ഞാലും സബ്സെറ്റിനെ പറ്റി എന്ത് വായിച്ചു കഴിഞ്ഞാലും മനസ്സിലാവും. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഒരു പ്യൂർലി തിയറിറ്റിക്കലി ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം. റൈറ്റ് സം സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പറിന്റെ കുറച്ച് സബ്സെറ്റുകൾ ഞാൻ എഴുതാം. നമുക്ക് റിയൽ നമ്പർ വരയ്ക്കാം. റിയൽ നമ്പറിന്റെ സബ്സെറ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് ആ NCERT-യിലുള്ള ഹോൾ നമ്പേഴ്സിനെ കുറിച്ചും നാച്ചുറൽ നമ്പർ, ഇന്റിജറിനെ, അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് പറഞ്ഞ് അതുകൂടെ ഇവർക്കൊന്ന് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സോ മക്കളെ, റിയൽ നമ്പർ ഞാൻ ഇവിടെ വരയ്ക്കാം. റിയൽ നമ്പർ 0. സാർ അങ്ങോട്ട് എഴുതി, ഞാൻ ഇങ്ങോട്ട് എഴുതി. എന്നാ അങ്ങോട്ട് എഴുതി. അപ്പൊ എളുപ്പമായില്ലേ? ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു -π ഒക്കെ എഴുതുന്നുണ്ട്. ഓക്കെ. -π 4.5 എഴുതുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ സാർ ഇതാണല്ലോ നാച്ചുറൽ നമ്പേഴ്സ്. 1, 2 ഇത് മൊത്തം ഇല്ല. 1, 2, 3, 4, 5 ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ 0യും കൂടെ അതുകൂടെ ഞാൻ അങ്ങ് വരയ്ക്കാം സാറേ. ഇവിടെ അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഹോൾ നമ്പേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന W ഉണ്ട്. അപ്പോൾ നാച്ചുറൽ നമ്പർ ഹോൾ നമ്പർ. അപ്പോൾ നാച്ചുറൽ നമ്പർ ആണോ ഹോൾ നമ്പർ ആണോ വലുത്? അറിയാലോ, ഹോൾ നമ്പർ. നാച്ചുറൽ നമ്പറിന്റെ കൂടെ 0യും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഹോൾ നമ്പർ. അപ്പോൾ നമുക്ക് നേരത്തെ നോക്കിയ നൊട്ടേഷൻ വെച്ചിട്ട് നാച്ചുറൽ നമ്പേഴ്സിനെ ഇസ് എ സബ്സെറ്റ് ഓഫ് ഹോൾ നമ്പർ എന്ന് നമുക്ക് എഴുതാലോ സാറേ? എഴുതാം. ഹോൾ നമ്പറിൽ നിന്നാണ് 0 ഒഴിവാക്കി ബാക്കിയുള്ളവരെല്ലാം കൂടെ എഴുതിയപ്പോൾ നമുക്ക് ആരെ കിട്ടി? അത് നാച്ചുറൽ നമ്പറിലെ എല്ലാ എലമെന്റും ഹോൾ നമ്പറിലുണ്ട്. അതെ, ശരി. ഇനി അടുത്ത സെറ്റ് എന്ന് പറയുമ്പോൾ -1, -2, -3 അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കൂടെ ചേർത്ത് അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിജേഴ്സ് ആയി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, -1ഉം -2ഉം 0യും 1ഉം 2ഉം ഇങ്ങനെയുള്ള അങ്ങോട്ടും എക്സെട്ര. ഇതിനിടയ്ക്ക് പോയിന്റ് സംഖ്യകളൊന്നുമില്ല. ഓക്കെ. 1.5, 2.5 അങ്ങനെയുള്ള പോയിന്റ് സംഖ്യകളൊന്നുമില്ല. ഇവന്മാരെല്ലാം കൂടെ ചേർത്ത് അതെന്തായി? ഇൻഡിജേഴ്സ് ആയി. ഇൻഡിജേഴ്സ് നമ്മൾ ഇസഡ് കൊണ്ടാണ്, എന്ന് പറയുന്ന ലെറ്റർ ഇസഡ് കൊണ്ടാണ് ഇൻഡിജേഴ്സ് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു 9th 10th ഒക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. അപ്പൊ ഈ ഇൻഡിജേഴ്സിനകത്തുനിന്ന് ഈ നെഗറ്റീവ് സാധനങ്ങളെല്ലാം ഒഴിവാക്കിയാൽ നമുക്ക് ആരെ കിട്ടി? ഹോൾ നമ്പർ കിട്ടി. അപ്പൊ ഇൻഡിജേഴ്സിന്റെ സബ്സെറ്റ് ആണെന്ന് തോന്നുന്നു ഹോൾ നമ്പർ. ഇനി ആ ഹോൾ നമ്പറിൽ നിന്ന് ആ 0യും കൂടെ ഒഴിവാക്കിയാൽ നമുക്ക് ആരെ കിട്ടി? നാച്ചുറൽ നമ്പർ കിട്ടി. അപ്പൊ ഹോൾ നമ്പേഴ്സിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സബ്സെറ്റ് ആണെന്ന് തോന്നുന്നു നാച്ചുറൽ നമ്പേഴ്സ്. ഇനി നമുക്ക് എല്ലാ ഇൻഡിജേഴ്സും ഒരു എ എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ആണെങ്കിൽ എ നമുക്ക് A/1 എഴുതാമല്ലോ. P/Q ഫോമിൽ എഴുതാം. ഇനി എല്ലാ ഇൻഡിജറിനെയും നമുക്ക് P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ഫ്രാക്ഷൻ നമ്പേഴ്സ് ഉണ്ട്. 1/2, 1/3 ഇല്ലേ? P/Q ഫോമിൽ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ തന്നെ വേറൊരു പ്രശ്നം സാറേ, എല്ലാ ഇൻഡിജറിനെ A/1 എന്ന് എഴുതുമ്പം ഇപ്പം നമ്മള് 6 എഴുതുകയാണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എഴുതാം? 3/2, 12/2 എന്ന് എഴുതാം. 12/2 എന്ന് എഴുതാം. നമുക്ക് എഴുതാം 12/2 എഴുതാം. പല ഫോമിൽ നമുക്ക് ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? P-ന്റെ Q-ന്റെയും GCD ഒന്നായിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ A/1 എന്ന് എഴുതാം ജനറലി. സോ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്, അതായത് എല്ലാ ഇൻഡിജേഴ്സും റാഷണൽ നമ്പേഴ്സ്. അപ്പൊ അവരെല്ലാം കൂടെ ചേർത്ത് അതിനെ നമ്മൾ Q എന്ന് റാഷണൽ നമ്പേഴ്സ്. അതായത് 1/2, 1/3, 3/2 ഇങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് എന്താ? റാഷണൽ നമ്പേഴ്സ്. അപ്പൊ റാഷണൽ നമ്പേഴ്സിൽ നിന്ന് എന്റെ സബ്സെറ്റ് ആയിരിക്കും എന്തോന്ന്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റാഷണൽ ബേസ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ എന്നാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റാഷണൽ നമ്പേഴ്സ് മാത്രമല്ല, താണ്ട കിടക്കുന്ന പൈ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലയോ? ഇങ്ങനത്തെ ഉള്ള നമ്പേഴ്സ് ഒക്കെ എന്താ? ഇറാഷണൽ നമ്പേഴ്സ്. അതായത് നമുക്കറിയാം പൈയുടെ ഒന്നും വാല്യൂ എന്ത് ചെയ്യുന്നില്ല, എൻഡ് ചെയ്യുന്നില്ല, 3 റിപ്പീറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ
കുറെ നമ്പേഴ്സ് റാൻഡമായിട്ട് റിപ്പീറ്റ് 3.1415 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നെവർ എൻഡിങ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഇറാഷണൽ നമ്പേഴ്സ്. അവന്മാരും കൂടെ ചേരുമ്പോൾ ചെയ്യാതെ പോകുന്ന നമ്പേഴ്സിനെ അവന്മാരും കൂടെ ചേരുമ്പോൾ ഇത് മൊത്തത്തിൽ എന്തായി? റിയൽ നമ്പേഴ്സ്. അപ്പൊ റിയൽ നമ്പേഴ്സിൽ നിന്ന് കുറച്ച് ആൾക്കാരെ മാത്രം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? റാഷണൽ ഉണ്ടാക്കാം. അതിൽ നിന്ന് ഇന്റിജേഴ്സിനെ മാത്രം എടുത്ത് ഇന്റിജേഴ്സ് നമ്പർ സെറ്റ് ഉണ്ടാക്കാം. അതിൽ നിന്ന് നെഗറ്റീവ് ഇന്റിജേഴ്സ് മാറ്റി ഹോൾ നമ്പർ ഉണ്ടാക്കാം. സീറോ മാറ്റി ഉണ്ടാക്കാം. ഓക്കെ, ഇത് നമ്മുടെ NCERT കിടക്കുന്നതാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആരുടെയൊക്കെ അറിഞ്ഞിരിക്കേണ്ട നൊട്ടേഷൻസ് ആണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നത്. സോ സാർ ജസ്റ്റ് ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അത് കാണാൻ പറ്റും. ഓക്കെ ഞാൻ ഇങ്ങോട്ടിരിക്കാം സാറേ. സോ ഇതാണ് നമ്മുടെ സബ്സെറ്റിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അവർക്കൊരു മോട്ടിവേഷൻ ആയി കാണില്ല. സബ്സെറ്റ് നമുക്ക് യൂസ് ഇല്ലാത്ത കാര്യമൊന്നും അല്ല. പുസ്തകത്തിൽ വായിക്കാനും എഴുതാനും മാത്രമുള്ള സാധനമൊന്നും അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലായി. പലരും പറയാറുണ്ടല്ലേ സെറ്റും സബ്സെറ്റും ഒക്കെ നമ്മൾ എവിടെ എന്തിനാ പഠിക്കുന്നത്, മാത്സ് എന്തിനാ പഠിക്കുന്നത്? സോ മക്കളെ, മാത്സ് എന്തിനാ പഠിക്കുന്നതെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഈ ടീച്ചർ മെത്തേഡ് പോകുന്നു. ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കൺസെപ്റ്റുകളും എക്സാമ്പിൾസും എക്സസൈസും എല്ലാം നമ്മുടെ NCERT എസെൻഷ്യൽ കോഴ്സിൽ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ അതിനുള്ള ആക്സസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മക്കളെ ഉറപ്പായിട്ടും നമ്മുടെ എസെൻഷ്യൽ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ് എക്സസൈസുകളും NCERTയുടെ കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ് ഒരു പോയിന്റ് പോലും ഇടാതെ നമ്മളത് കവർ ചെയ്യുന്നുണ്ട്. എല്ലാ എക്സാമ്പിൾസും എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ബൈ.